നിങ്ങൾ ഇപ്പം നമുക്ക് നമ്മളുടെ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ. എനിക്ക് സഫയർ നല്ല മാച്ചിങ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കൈ പിടിച്ചുകൊണ്ട് നടക്കത്തില്ല. അപ്പം നമുക്കൊരു മെറ്റൽ അത് മൗണ്ട് ചെയ്ത് ധരിക്കണം, എന്നാലേ നമുക്കത് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾക്ക് യെല്ലോ സഫയർ എന്ന് പറയുമ്പോൾ ആ ചെറിയ യെല്ലോ കളർ ഉള്ളത് കൊണ്ട് ഗോൾഡിന് ഭംഗി കൂടും. ഗോൾഡിൽ ഒരു യെല്ലോ സഫയർ നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതൊരു കല്ല് വെച്ചിറങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ഒഴിക്കാൻ പറ്റത്തില്ല. ഈ പെയിൽ യെലോയിഷ് ആയിട്ടുള്ള ശ്രീലങ്കൻ സഫയർ തന്നെ കെട്ടിക്കഴിഞ്ഞാൽ, ഗോൾഡ് കെട്ടിക്കഴിഞ്ഞാൽ അതിന് നല്ലൊരു മഞ്ഞ നിറം കിട്ടും ഉണ്ടാവും. പിന്നെ സിൽവറിലെല്ലാം നമുക്ക് ധരിക്കാം. ആർക്ക് വേണമെങ്കിലും സിൽവറിൽ ഏത് മോതിരവും ധരിക്കാം, എക്സ്പെൻസീവ് അല്ല. ഇപ്പോൾ ചിലപ്പോൾ ഈ പുഷിര കല്ലുകളൊക്കെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആൾക്കാർ വരുമ്പോൾ ആദ്യം സിൽവറിൽ അവരെടുക്കും. നല്ല സ്റ്റോൺ, ക്യാരറ്റ്, തൂക്കം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളവർക്ക് ഇപ്പോൾ ഗോൾഡ് വിലയൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ട് മെറ്റൽ നമുക്ക് സിൽവറിലിടാം. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇത് ചേഞ്ച് ചെയ്യാം. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന യെല്ലോ സഫയർ നമുക്ക് ലൈഫ് ടൈമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗോൾഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും.